ഹലോ ബ്യൂട്ടീസ്, ഹെയർ എക്സ്റ്റൻഷനെ പറ്റി നമുക്ക് ഒരുപാട് ഡൗട്ട്സുകളുണ്ട്. അതിനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പിന്നീടുള്ള നിങ്ങളുടെ ഡൗട്ട് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിരുന്നാൽ മതി. അതിനുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഒരുപാട് ടൈപ്പ് ഹെയർ എക്സ്റ്റൻഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതിനകത്ത് റിംഗ് എക്സ്റ്റൻഷൻ, ടേപ്പ് എക്സ്റ്റൻഷൻ, ഗ്ലൂ ടൈപ്പ്, അങ്ങനെ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. ഹ്യൂമൻ ഹെയർ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ക്ലിപ്പ് എക്സ്റ്റൻഷൻ ഇരിപ്പുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഞാനൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇയാളുടെ മുടിയിൽ തിക്നെസ് ഒട്ടുമില്ല. അപ്പൊ ഇയാളുടെ മുടിയിൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്ലിപ്പ് എക്സ്റ്റൻഷൻ എപ്പോഴും നിങ്ങൾ ചോദിക്കാറില്ലേ, നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുമോ, വീട്ടിലെങ്ങനെ തനിയെ ചെയ്യും, ഒരാളുടെ ഹെൽപ്പ് വേണ്ടി എന്നൊക്കെ ചോദിക്കാറില്ലേ? എപ്പോഴും നമ്മൾ ഇങ്ങനൊരു കറക്റ്റ് ഒരു ലൈൻ എടുക്കണം. അതിനുശേഷം ഈ ബാലൻസ് മുടി നമ്മൾ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ സെക്ഷനിലാണ് നമ്മൾ മുടി ഫിറ്റ് ചെയ്യുന്നത്. ഈ ഹെയറിൽ നമ്മൾ ഇതിപ്പം 3 ക്ലിപ്പാണ്. ഇത് നമ്മൾ നമ്മളുടെ ഹെയറിൽ അറ്റാച്ച് ചെയ്യാണ്. അപ്പൊ ഈ ക്ലിപ്പ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കും, ഇത് ഇളകി പോവോ, ആരെങ്കിലും വന്ന് പിടിച്ചാൽ പോവോ? ഒരു പ്രശ്നവും ഇല്ല. ഇത് ഇങ്ങനെ തന്നെ ഇവിടെ ഇരുന്നോളും. അതിനുശേഷം നമ്മൾ ഈ ഹെയർ എടുത്ത് ഇതിന്റെ മുകളിലങ്ങ് ഇട്ടാൽ മതി. അപ്പം നമ്മുടെ മുടിക്ക് വോളിയം കൂടി ലെങ്ത് വേണമെങ്കിലും കൂട്ടാം. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്യാം. ഈ ഹെയർ കണ്ടോ, ഈ ഹെയറിനകത്ത് നമ്മൾ ആ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടെന്ന് അറിയത്തോലുമില്ല. ഇങ്ങനെ ക്ലിപ്പ് എക്സ്റ്റൻഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുടിയിൽ കളർ ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം, പിന്നിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് ഈ സാധനമുള്ള ആരും അറിയത്തുമില്ല. ഗ്ലൂ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ യൂസ് ചെയ്താണ് അത് ചെയ്യുന്നത്. ഇതിനകത്ത് ഗ്ലൂ ആണുള്ളത്. പഞ്ചസാര തരി പോലെ ചെറിയൊരു ബോളാണ് ഇത് കിട്ടുന്നത്. ഇത് നമ്മളുടെ ഹെയറിൽ ഒരു സെക്ഷൻ മാറ്റിയതിന് ശേഷം ഈ ഗ്ലൂ ആ ഹെയറും കൂടെ ചേർത്തിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ 2-3 മുടി എടുത്താണ് ആ ഗ്ലൂ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹെയർ ലോസ് നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്ലൂ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2-3 മന്തിൽ നിങ്ങൾ വന്ന് അത് മെയിൻറ്റെയിൻ ചെയ്തോണം. ഇല്ലെങ്കിൽ ഹെയർ നമ്മൾ വെച്ച ഹെയർ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഹെയറും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഗ്ലൂ ആണ് നമ്മൾ അതിന് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഗ്ലൂ ഫിക്സ് ചെയ്യുമ്പോൾ ഇതുപോലാണ് അത് ഇരിക്കുന്നത്. ഇനി അത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണക്ക് നമ്മൾ സെക്ഷൻ എടുത്തിട്ട് ഇതിനകത്ത് 2-3 മുടിയാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന മുടിയാണ് ഇത്. ഇതിനകത്താണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. ആ ഒരു ഹെയറിൽ നമ്മളത് വെച്ച് ഫിക്സ് ചെയ്യാണ്. നമ്മൾ നേരത്തെ എടുത്ത ആ ഗ്ലൂ ഉണ്ടല്ലോ, ആ ഗ്ലൂ ആ ഹെയർ കൂടെ വെച്ച് നമ്മുടെ മുടിയിൽ അതങ്ങ് ഫിക്സ് ചെയ്ത് ഇങ്ങനെ. ഇത് കണ്ടോ, എത്ര ലെങ്ത് വേണമെങ്കിലും നമുക്ക് ഇത് ഒരെണ്ണം ചെയ്ത് കാണിച്ചത്. എത്ര ലെങ്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഹെയറിൽ നീളമാക്കാം. പക്ഷേ 2-3 മന്തിൽ ഇത് വന്ന് സർവീസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ഊരി താഴോട്ട് വരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഹെയർ ലോസ് കൂടുതലുണ്ടെങ്കിൽ ആ മുടിയും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് നിങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ട് സർവീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതേപോലെ ഇത് റിമൂവ് ചെയ്യുന്നത്, അത് നിങ്ങൾ റിമൂവ് ചെയ്യാൻ നിൽക്കരുത്. ഇത് ശരിക്കും പ്രൊഫഷണൽസ് ചെയ്യുന്നതാണ്. വളരെ വന്ന് ചെയ്യേണ്ടുന്ന കാര്യമാണ്. നിങ്ങളിത് റിമൂവ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് റിംഗ് എക്സ്റ്റൻഷൻ. അത് നമ്മൾ നേരത്തെ ഗ്ലൂ ചെയ്ത പോലെ തന്നെ കുറച്ച് മുടി എടുത്ത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുടി അറ്റാച്ച് ചെയ്യാണ്. അത് കണ്ട ഒരു ബോൾ പോലുള്ള അതിനകത്ത് റിങ്ങിനകത്താക്കി നമ്മുടെ ആ മുടിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് നമ്മൾ ആ റിങ് അതിനകത്തിട്ടിട്ട് ഇങ്ങനെ അതങ്ങ് അമർത്തി വെച്ച് ഇനി എന്ത് ചെയ്താലും ഇത് പോകത്തില്ല. ഇതാണ് റിംഗ് എക്സ്റ്റൻഷൻ. ഇതും 1 മാസം കഴിയുമ്പോഴത്തേന് ഈ റിങ് കുറച്ച് താഴോട്ട് നീങ്ങി വരും. ആ ടൈമിൽ സർവീസ് ചെയ്തോണം. അപ്പോൾ ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.